അല്ല എവിടെ പോയോ ഈ കുട്ടിയേട്ടൻ? കുറെ നേരമായില്ലോ കാണാതായിട്ട്. ആ എടി തങ്കു, എന്റെ പ്രൊമോഷൻ പോയടി. എടി മെയിൽ വന്നു. അമലാണ് പോലും അസിസ്റ്റന്റ് മാനേജർ. എടി നിനക്കറിയോ, അവനേക്കാളും എക്സ്പീരിയൻസ് കൂടുതൽ എനിക്ക്. അവനേക്കാളും പണി ചെയ്യുന്നത് ഞാൻ. അവന് വേണ്ടി ഇംഗ്ലീഷിൽ മെയിൽ അയച്ചു കൊടുക്കുന്നത് ഞാൻ, അതും ഇന്നലെ വരെ. എന്നിട്ട് പ്രൊമോഷൻ വന്നപ്പോൾ അമല അസിസ്റ്റന്റ് മാനേജർ, ഞാൻ പഴയ ക്ലാർക്ക്. ഇത് കളിയാണ്, എനിക്കറിയാം, ഇത് നല്ല കളിയാണ്. നിനക്കറിയോ, അവനോട് ഇന്റർവ്യൂവിൽ മാനേജർ എന്താ ചോദിച്ചെന്ന്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ ലെറ്റർ ഏതാണ്? എന്നിട്ട് ഓപ്ഷൻസോ AWYZ. ഇവൻ ബിയും സിയും കൊടുത്താൽ കൂടി അവൻ തെറ്റിക്കും. എന്നിട്ടോ എന്നോട് ചോദിച്ചതോ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹാലോ എറർ ആൻഡ് ഗ്രാഫിക്കൽ റേറ്റിംഗ് മെത്തേഡ്. എടി ഹാലോ എറർ ഇല്ലേ, HR ടേം, ഇതാ തന്നെ വാസ്ത തന്നെ. എനിക്ക് തോന്നി കുട്ടിയേട്ടാ, ഇന്നാളി രാധമ്മായി വിളിച്ചപ്പോ ഇതേ കുറിച്ച് പറഞ്ഞുള്ളൂ. എന്താ അമലിനെ അസിസ്റ്റന്റ് മാനേജർ ആക്കുന്ന എന്റെ മാനേജർ നിന്റെ രാധമ്മയെ വിളിച്ചു പറഞ്ഞു? അതല്ല കുട്ടിയേട്ടാ, ഈ വീടിന് വാസ്തുദോഷം ഉണ്ടെന്നു. എടി വാസ്തുവല്ല, ഇത് വാസ്തേ. എടി പക്ഷഭേദം. മറ്റേ രോഗല്ലേ? എടി അത് പക്ഷാഘാത, ഇത് പക്ഷഭേദം. എടി തങ്കു, ഒന്നാമത്തെ പ്രൊമോഷൻ പോയിരിക്കുക. നീ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നെ കൂടി തളർത്തല്ലേ? വിഷമിക്കാതിരിക്കും കുട്ടിയേട്ടാ. എനിക്ക് വിഷമമൊന്നുമില്ല. എടി അവന്റെ മെയിൻ പണി എന്താണെന്നറിയോ? ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? സാറിന് ചായ ഉണ്ടാക്കി കൊടുക്കുക. പണി വരുമ്പോ അവൻ എല്ലാ പണികളും എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ ചായ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് പ്രൊമോഷൻ വരുമ്പോഴോ വായി നോക്കി നിന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് പ്രൊമോഷൻ. വിഷമിക്കല്ലേ കുട്ടിയേട്ടാ. അതും അവന്റെ കൈ കൊണ്ട് അവൻ ചായ ഉണ്ടാക്കി കൊടുക്കും. എന്തിനു? സാറിനെ സന്തോഷിപ്പിക്കാൻ. ഇങ്ങനെ വിഷമിക്കല്ലേ കുട്ടിയേട്ടാ. തങ്കു, എനിക്ക് വിഷമമൊന്നുമില്ലടി. ഇവിടെ അതെ നാട്ടിലതെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കണം. അമൽ ഈസ് അപ്പോയിന്റഡ് ആസ് എ അസിസ്റ്റന്റ് മാനേജർ. അല്ല കുട്ടിയേട്ടാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ശരിക്കും ഇപ്പൊ കുട്ടിയെന്നെ ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി അടുത്ത പ്രൊമോഷൻ ആകുമ്പോഴേക്കെങ്കിലും നല്ല ചായ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാതെ ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.